പറഞ്ഞ നാളെ തൊട്ട് പിന്നെ ഈ പ്രസാദം അകത്ത് തന്നെ ചെയ്യും. അവിടെ നിന്നുള്ളത് മാത്രമേ കൊടുക്കൂ. അങ്ങനെയേ ഉള്ളൂ, അത്രയേ കൊടുക്കൂ. ഈ നിങ്ങളുടെ പരാതി എന്ന് പറയുന്നത് രണ്ടും, അതിപ്പം കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും ഫോർവേഡ് ചെയ്യും. അതിനകത്ത് ബോർഡ് ഇടപെട്ട് തീരുമാനമെടുത്ത് ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. അതാണ് മാഡത്തിന് ഞാൻ പറഞ്ഞത്. മാഡം ഇങ്ങനെ നിർത്തിയിട്ട് മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് പറയാൻ പറ്റും. അവരെ കുറിച്ച് നിങ്ങൾക്ക് പിന്നെ ആക്ഷേപം ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അതാണ് അതിനകത്ത്. ഇവിടെ അത് സീൽ ചെയ്തു, അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കീ മാഡത്തിന്റെ കയ്യിലുണ്ട്. ബൈ മൺഡേ ഇല്ല, അതുകൊണ്ട് കീ കൂട്ടിയിട്ടുണ്ട്. കൂട്ടി താക്കോല് മാഡത്തിന്റെ കയ്യിലുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു മേലെ. ഇത് ബൈ മൺഡേ വിജിലൻസ് നിന്ന് ഇന്റേണൽ വിജിലൻസ്, അതായത് ദേവസ്വം ബോർഡ് വിജിലൻസ് രണ്ടിടത്തും പരിശോധിക്കും. ഇത്രയും കാര്യങ്ങളാണ്. സ്റ്റേറ്റ് വിജിലൻസിനും കൊടുക്കാം. വിഷയമായ സ്ഥിതിക്ക് അറിഞ്ഞ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ജീവനക്കാരനെ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പൊ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യണം. ചെയ്യട്ടെ. അതും ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് കൺസെന്റോട് കൂടി ആരെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാമെന്നും പുള്ളിക്കാരി പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ല, അങ്ങനെ വില ഒന്നും പിടിച്ചിട്ട് കാര്യം അല്ലല്ല. ഒരു വിഷയം ഉണ്ടാവും. അല്ല, ഞാൻ പറയട്ടെ. അല്ലല്ല, അങ്ങനെ നമ്മൾ പിടിക്കുന്ന കൊമ്പില് ഒരു കേസായിട്ടാണ് കുഴപ്പമില്ല. ഇന്നലെ ഈ സംഭവം അതുകൊണ്ടാണല്ലോ കൂമ്പല്ലൂർക്കാവ് ക്ഷേത്രത്തിലെ ഇവിടുത്തെ ചെറുവക്ക ക്ഷേത്രത്തിൽ AC എന്നിട്ട് രാവിലെ ഉടയാട് എന്ന് മാറ്റി തരാൻ പറഞ്ഞു. അഭിഷേകം നടത്തി അഭിഷേകം നടത്തിയിട്ടുണ്ടോ അറിയാൻ വേണ്ടി. സാധാരണ ACക്ക് അങ്ങനെ അവകാശമില്ലാത്തതാണ്. എന്നിട്ട് പറഞ്ഞു അഭിഷേകം നടത്തിയിട്ടില്ല, നിങ്ങളെ ഇപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന പോറ്റിയെ പിടിച്ച് അകത്തോട്ട് ആക്കിയിട്ട് അതിനെ സസ്പെൻഡ് ചെയ്തെടുത്തു. അതേ കണക്ക് ഇത്തരത്തിൽ മനുഷ്യാവകാശ നടപടി എടുത്തില്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ലല്ലോ. അത് വേണ്ട. നാളെ രാവിലെ നേരം ഞാൻ പറയുന്നത് അംഗീകരിക്കണ്ട. ഞാൻ പറയുന്നത് അവരുടെ തീരുമാനം പറയാ. പ്രശ്നം പരിഹരിക്കാൻ തീരുമാനം.